ഹായ് എവ്രി വൺ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഈ ഒരു ഫോട്ടോ എങ്ങനെയുണ്ടോ? എന്നോട് ഒത്തിരി പേര് ചോദിച്ചതാണ് ഈ ഒരു ഫോട്ടോ നന്നായിട്ടുണ്ട്, എങ്ങനെ ഇത് എഡിറ്റ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഇത് എത്രത്തോളം നന്നായിട്ടുണ്ട്, പെർഫെക്ഷൻ ഉണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഞാൻ എങ്ങനെ എഡിറ്റ് ചെയ്തതെന്നുള്ളത് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 2 ആപ്പുകളാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് സ്നാപ്സീഡ്, പിന്നെ ഒന്ന് പിക്സാർട്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് സ്നാപ്സീഡിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ഫോട്ടോ നമുക്ക് സ്നാപ്സീഡ് ആപ്പിലേക്ക് ഷെയർ ചെയ്യാം. അത് ഒരു ഫ്രീ ആപ്പാണ്, ആൻഡ്രോയിഡിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതിൽ നമ്മൾ ടൂൾസ് എടുത്തിട്ട് ഹീലിംഗ് എന്ന ഓപ്ഷൻ എടുക്കണം. അപ്പോൾ ഹീലിംഗ് എന്ന ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ഇറേസ് ചെയ്യാം. ഈ ഒരു ഹീലിംഗ് എന്ന ഓപ്ഷൻ വെച്ചിട്ട് ഇറേസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്നൊരു ബാക്ക്ഗ്രൗണ്ട് കണ്ടു, ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു തുണിയാണ്, ആ ക്ലോത്തിൽ വന്നിട്ടുള്ള ചുളിവുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഹീലിംഗ് എന്ന ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് നീറ്റാക്കി ഒരു പ്ലെയിനായിട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് എക്സ്പാൻഡ് എന്ന ഓപ്ഷൻ വെച്ചിട്ട് ഈ ഒരു ഫോട്ടോ എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്ലോത്ത് ഒരു ചെറിയ ക്ലോത്തായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഫോട്ടോ എടുത്ത് ബാക്കി നമുക്ക് അതിലെ ഒരു അംബ്രല്ല കൊണ്ടുവരണം, ക്ലൗഡ് കൊണ്ടുവരണം. അപ്പോൾ അതിനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ അത് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കാനാണ് ഈ ഒരു എക്സ്പാൻഡ് എന്ന ഓപ്ഷൻ, ഈ ടൂൾസ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ ഫോട്ടോ നമുക്ക് എത്ര വേണമെങ്കിലും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഹീലിംഗ് ചെയ്യണം. അപ്പോൾ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് ആ ഫോട്ടോ വലുതായി വരും. അപ്പോൾ എത്രമാത്രം നമുക്ക് വേണം അതിനനുസരിച്ച് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കാം. എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഹീലിംഗ് ചെയ്യണമെങ്കിൽ ഹീലിംഗ് എന്ന ഓപ്ഷൻ എടുത്തിട്ട് എന്തെങ്കിലും ചുളിവുകൾ അങ്ങനെയൊക്കെയുള്ളത് നമുക്കൊന്ന് ഇറേസ് ചെയ്ത് കൊടുക്കാം. മൊത്തത്തിലൊരു എന്താ പറയുക, എഡിറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്നാപ്സീഡ് ആപ്പിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഒന്ന് ബ്രൈറ്റ്നെസ് കൂട്ടുക, അല്ലെങ്കിൽ എക്സ്പ്ലോഷർ കൂട്ടുക, അങ്ങനത്തെ കുറയ്ക്കുക. അങ്ങനെ നമുക്ക് ഫോട്ടോ എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അത്രത്തോളം കാര്യങ്ങൾ സ്നാപ്സീഡിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അത് സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ ഡൺ കൊടുത്തിട്ട് നമ്മൾ സേവ് ചെയ്യാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ സേവ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് പിക്സാർട്ടിലാണ്. പിക്സാർട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. പിക്സാർട്ടിൽ ഇതുപോലെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്കിനി വേണ്ടത് സ്റ്റിക്കർ എന്ന ഓപ്ഷനാണ്. ആ ഒരു ഓപ്ഷനിൽ നമുക്ക് ഇനി ഇതിലേക്ക് എന്താ വേണ്ടത്, അംബ്രല്ല കൊണ്ടുവരണം. അപ്പോൾ നമുക്കിതിൽ അംബ്രല്ല എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ടൈപ്പിലുള്ള, പല കളർ, പല ഡിസൈൻ, പല മോഡലായിട്ടുള്ള അംബ്രല്ലാസ് കിട്ടും. അപ്പം നമ്മളുടെ ബേബിയുടെ ഡ്രസ്സ്, ബേബിയുടെ ബാക്ക്ഗ്രൗണ്ടിന് സ്യൂട്ട് ചെയ്യുന്ന ഒരു അംബ്രല്ല നമുക്ക് സെലക്ട് ചെയ്യണം. ഇപ്പം ഞാൻ എൻ്റെ ഈ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ആയപ്പോൾ എനിക്ക് തോന്നിയ ഈ ഒരു റെയിൻബോ കളർ അംബ്രല്ല അത് കുറച്ചുകൂടി സ്യൂട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നി. മാത്രമല്ല എനിക്ക് ഈ റെയിൻബോ കളർ അംബ്രല്ല ഒത്തിരി ഇഷ്ടമായിരുന്നു ചെറുപ്പത്തിൽ. ഇനി നമ്മൾ ഈ ഒരു കൊട ബേബിയുടെ കയ്യിൽ ശരിക്കും പിടിച്ചിരിക്കുന്ന രീതിയിലാക്കണം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉണ്ണിയുടെ കുറേ ഫോട്ടോസ് എടുക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു ഫോട്ടോ ഈ ഒരു പൊസിഷനിൽ വരും. എന്നിട്ട് അത് നമുക്ക് വേണ്ട ഒരു പൊസിഷനിൽ കൊട സെറ്റ് ചെയ്തതിന് ശേഷം താഴെ ഇറേസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ഓപ്ഷൻ എടുത്തതിന് ശേഷം ഈ സ്റ്റിക്കറിൻ്റെ കുടയുടെ കുട്ടിയുടെ കൈ വരുന്ന ഭാഗത്ത് നമ്മൾ ഇറേസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ കുട്ടി ശരിക്കും ഒരു കുട പിടിച്ചിരിക്കുന്ന പോലെ തോന്നും. നമുക്ക് 2 രീതിയിൽ കൊടുക്കാം. ഒന്ന് ഇങ്ങനെ കൊടുക്കാം, ഇല്ലെങ്കിൽ ആ കുടയുടെ താഴെ വരും. ഇതായിരിക്കും കുറച്ചും കൂടി ഭംഗിയെന്ന് തോന്നുന്നു. അപ്പോൾ കണ്ടോ, അപ്പോൾ ഉണ്ണി കുട പിടിച്ചിരിക്കുന്ന പോലെ നമുക്ക് തോന്നണം. ആ ഒരു വിധത്തിൽ നമ്മൾ എഡിറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഈ കുടയുടെ ബ്രൈറ്റ്നെസ് ഒന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങൾ ഏത് കുടയാണ് സെലക്ട് ചെയ്യുന്നത് ആ കുടയ്ക്ക് അനുസരിച്ച് നമ്മൾ ബ്രൈറ്റ്നെസ് കൂട്ടിയും കുറച്ചും ഒക്കെ സെറ്റ് ചെയ്യണം കേട്ടോ. ഇനി വേണ്ടത് ഈ ഒരു ഫോട്ടോയ്ക്ക് താഴെ ഗ്രാസ് വേണം കേട്ടോ, ഗ്രാസ്, പുല്ല്. അപ്പോൾ നമുക്ക് സ്റ്റിക്കർ എടുത്തിട്ട് അതിൽ ഗ്രാസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ പല ടൈപ്പ് പുല്ലുകൾ വരും.
പൂക്കളുള്ളത്, പൂക്കളില്ലാത്തത്, ചെരിഞ്ഞ് നിൽക്കുന്നത്, ഡാർക്ക് കളറ്, ലൈറ്റ് കളർ. അപ്പോൾ നമ്മുടെ ഫോട്ടോയ്ക്ക് ഏതാ സ്യൂട്ട് ചെയ്യുന്നത് അതിന് പറ്റിയ ഒരു ഗ്രാസ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ 2 സ്റ്റിക്കർ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നമുക്കിതിൽ മാക്സിമം 13 സ്റ്റിക്കേഴ്സ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കുറേ സ്റ്റിക്കേഴ്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇതിലെടുത്തേക്കുന്നത് 2 സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ അതെടുത്തതിന് ശേഷം നമുക്കത് അതിൻ്റെ സൈസ് കൂട്ടാം. അതുപോലെ തന്നെ അതിൻ്റെ ലെങ്ത്ത്, വിഡ്ത്ത് ഇതൊക്കെ നമുക്ക് നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ സ്പേസ് അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയില്ല എങ്ങനെയാണ് സ്റ്റിക്കേഴ്സൊക്കെ കൊണ്ടുവരേണ്ടതെന്ന്. ഇനി നമുക്ക് വേണ്ടത് റെയിനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിക്കർ എടുക്കുക, അതിൽ റെയിൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ റെയിൻ്റെ സ്റ്റിക്കേഴ്സ് വരും. അതിൽ ഇഷ്ടപ്പെട്ട ഒരു സ്റ്റിക്കർ എടുത്ത് നമ്മുടെ പിക്ചറിൽ കൊണ്ടുവന്ന് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കണം കേട്ടോ, അതിൻ്റെ ഹാർഡ്നെസ് ഒന്ന് കുറച്ച് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ റെയിൻ്റെ സ്റ്റിക്കേഴ്സ് കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ ഉണ്ണിയുടെ മുഖത്ത് ഫേസിൽ വരുന്ന ആ ഒരു പോർഷൻ നമ്മൾ ഇറേസ് എന്ന് പറഞ്ഞൊരു ടൂള് അതിൽ ഓൾറെഡി നമ്മൾ സ്റ്റിക്കർ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ ഉണ്ടാകും. ആ ടൂള് വെച്ചിട്ട് ഉണ്ണിയുടെ ഫേസ് വരുന്ന ഭാഗത്തെ സ്റ്റിക്കേഴ്സ് നമ്മൾ ഇറേസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ കുട്ടിയുടെ ഫേസ് ക്ലിയർ ആയിട്ട് ഇരിക്കുള്ളൂ. ഇനി അതുപോലെ ഞാനൊരു കുഞ്ഞ് ബോയും സെറ്റ് ചെയ്യണുണ്ട് കേട്ടോ. നമുക്ക് സ്റ്റിക്കറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള എന്തിൻ്റെയൊക്കെ സ്റ്റിക്കറാണോ അതൊക്കെ വരും. ഇനി ഇതിൽ സെറ്റ് ചെയ്യണത് ക്ലൗഡാണ് കേട്ടോ. പല ടൈപ്പ് ക്ലൗഡ് വരും. ഞാൻ അതിൽ കൊടുത്തത് ക്ലൗഡ് ഔട്ട്ലൈനാണ് ഞാൻ സെർച്ചിൽ കൊടുത്തത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്ലൗഡ് വന്നു. അങ്ങനെ ഇതിലിപ്പോൾ 2 ക്ലൗഡ് കൊണ്ടുവന്ന് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇത്രയായി കഴിയുമ്പോൾ നമ്മുടെ ഫോട്ടോ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ ആ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്തത്. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യമെങ്കിൽ ക്രോപ്പ് ചെയ്യുകയൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ഫോട്ടോ സേവ് ചെയ്യാം. സേവ് ആസ് JPG ഉണ്ട്. അപ്പോൾ നമ്മുടെ ഗാലറിയിൽ സേവ് ആവും. നമുക്കിതിൽ ടെക്സ്റ്റൊക്കെ കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ മന്ത് വൈസ് ഫോട്ടോഷൂട്ടാണ് നടത്തുന്നതെങ്കിൽ അതിൽ ടെക്സ്റ്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എത്രാമത്തെ മന്താണ് അതൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് പ്രോപ്പർട്ടീസ് ഇല്ലാന്നൊന്ന് കരുതി വിഷമിക്കേണ്ട. ഈ 2 ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുക, സ്നാപ്സീഡ് അതുപോലെ തന്നെ പിക്സാർട്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട സ്റ്റിക്കേഴ്സൊക്കെ നമ്മുടെ ഫോട്ടോയിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.